ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനും ബേബിയും കൂടി ഇവിടെ അടുത്തൊരു പെറ്റ്സ് കോർണർ ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയി ബേബി കുറച്ച് ബേർഡ്സിനെയും കുറച്ച് ഫിഷിനെയും ഒക്കെ കാണിച്ച് ഞങ്ങൾ നല്ല ജില്ലായി നിൽക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനും ബേബിയും കൂടെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നിങ്ങളെ കാണിക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഞങ്ങളിങ്ങനെ ഞാനും ബേബിയോട് നടന്ന് ഇങ്ങനെ പോവാണ്. ഇവിടെ ബസ് സ്റ്റോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ ഷോപ്സും കാര്യങ്ങളുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് പോവാണ് കേട്ടോ. എത്താനായി. കാണിച്ചാൽ ബേബി റെഡിയാണോ? ബേർഡ്സിനെ കാണാൻ? ബേർഡ്സിനെ കാണാ? ഫിഷിനെ കാണാ? ഓക്കെ, ഞാൻ നടന്നോ. ഇവിടെ ഇൻസ്ട്രുമെൻറ്റ്സ് ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ പെറ്റ്സ് കോർണർ. ബേബി ഇതാണ് ഗൈസ് പെറ്റ്സ് കോർണർ ഷോപ്പ്. ഇതാണ്. കയറിക്കോ. കയറൂ. ഡോർ ഓപ്പൺ ആക്കൂ. ഇതകത്തേക്കോ പുറത്തേക്കോ? സോറി ഗൈസ്, ഇതായിരുന്നു. കയറിക്കോ. ഫിഷിനെ കണ്ടോ? ഫിഷിനെ കാണുന്നുണ്ടോ? മമ്മി കാണിച്ചിരവാ. ഇല്ല, അതിൽ അങ്ങോട്ടേക്ക് നടക്കും. ഇവിടെ കുറേ ഫിഷൊക്കെ ഉണ്ടോ ഗൈസ്? നല്ല രസമാണ്. നോക്ക് ഗൈസ്, പല ടൈപ്പ് ഫിഷ് ഉണ്ട് കേട്ടോ. ഫിഷിനെ കണ്ടമാ? ഞാൻ നോക്കാം. അത് ഫിഷിനൊക്കെ തൊട്ടോ പോണേ. ഇവിടെയൊക്കെ ഫിഷ് ഉണ്ട്. ഇവിടെ വന്ന് നോക്കിയത് ഇവിടെ ഒക്കെ ഉണ്ടല്ലോ ഫിഷ്. ഫിഷിൻ്റെ ഒരു അബോർഡ് ഒക്കെ. എന്തോരം ഫിഷ് ഉണ്ട് അവിടെ ഒക്കെ ഉണ്ട് കണ്ടോ. ഇവിടെ ഉണ്ട്, ഈ റാക്കിലുണ്ട് ഫിഷ്. പിന്നെ അക്വേറിയത്തിന് വേണ്ട സാധനങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ബേർഡ്സും ഉണ്ട്. കയറി വരുന്ന സ്ഥലത്ത് വരുന്നു. അത് ബേബിക്ക് എല്ലാം ഇഷ്ടമായി, എല്ലാ ഫിഷിനും. ഇത് നോക്ക് ബേബി, നോക്ക്. ഗ്രീൻ കളറൊക്കെ ഉണ്ടല്ലോ. ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്. നിങ്ങൾ ഈ ഫിഷിനെ കാണുന്നുണ്ടോ? നോക്ക്. ഉണ്ടോ ഗൈസ്? ഇവിടെയൊക്കെ നോക്കിയതാ. അയ്യോ, നല്ല അടിപൊളി ഗൈസ്. ഇതിനെന്തൊരാണ് പറഞ്ഞു. ഇവിടെ അതിൻ്റെ ഓരോ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫിഷിനെ കാണുക. അപ്പോൾ ഇനി ബേർഡ്സിനെ കാണിച്ചിടാം. ബേർഡ്സിനെ കാണിച്ചിടാം. അപ്പോൾ എല്ലാ ഇതും കേട്ടോ. ഫിഷ് ഇത് വേണ്ട. അവിടെയില്ല ഉമ്മി കൂടി വരാം. എവിടെയാണല്ലോ പറഞ്ഞു. ഇതിൻ്റെ ഉള്ളിലുണ്ടോലും കയറിയോക്ക്. ഇതിനുള്ളിൽ കയറത്തില്ലേ? കയറിക്കോ. പേടിയാണല്ലോ കയറാൻ. പാമ്പുണ്ടോലോ. പാമ്പുണ്ടല്ലേ? അവിടെ ഉണ്ട്. ഇതിലെവിടെടാ? അതെവിടെ? എവിടെ? അവിടെ അങ്ങനെ അനങ്ങൂലേ? പോവല്ലേ?
അപ്പൊ ഇതിനൊക്കെ എങ്ങനെയാ ഇതിട്ട് കൊടുക്കുക നമ്മള്? ഇങ്ങനെ ഇത് തുറന്നിട്ട് കൊടുക്കുകയല്ലേ ഞാൻ? ഇതിന്റെ പേരൊക്കെ കണ്ടോ കണ്ടോ ഇവിടെ ഉണ്ടോ? ഉറങ്ങാമോ? വാവങ്ങുന്നുണ്ടോ? ഇതൊക്കെ ഇപ്പൊ എന്താ ഇതിലൊക്കെ? ഇതിലൊക്കെ ഉണ്ടല്ലേ? ഇതറിഞ്ഞാ വലിപ്പുണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോ ഒരു ഹിന്ദിക്കാരനായിരുന്നു, ഹിന്ദിക്കാരുണ്ടായിരുന്നു അവിടെ കൗണ്ടറിൽ. പക്ഷെ അത് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിരുന്നു അപ്പൊ വന്നപ്പോ. നീ ഇവിടെ നിൽക്കുന്ന? ശരി. ഇതിന് കാര്യം വാങ്ങിക്കൊണ്ടുവന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പൊ എങ്ങനെ ഫീഡ് ചെയ്ത മോളുണ്ട്? ഞങ്ങൾക്ക് ഇതേപോലൊരു തേച്ചയിലിനെ ഒരാൾ കൊണ്ടു തന്നിരുന്നേ ഷോപ്പിലേക്ക്. എന്നിട്ട് അത് വേറെ വേറെ ഇതന്നെ ആ ഇതന്നെ ആണല്ലേ? വരില്ലേ? നല്ലതായിനെ അല്ല, അതിന് ചെറിയൊരു ബോക്സും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താ അറിയില്ല, ഫുഡൊക്കെ അനുസരിച്ച് ഇട്ട് കൊടുക്കൂല. 2-3 ദിവസം കുടുംബക്കളല്ലേ ഇവർക്ക് ഫുഡ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. കണ്ടോ കണ്ടോ ബേബിനെ കണ്ടിട്ട് നോക്കുക. പേടിയാകും. പേടിയുണ്ടോ ബേബിക്ക്? ഇതിലുണ്ട് ഇവിടെ ബോക്സ്. പിന്നെന്താ അറിയോ, ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഫുള്ളൊരു കാട്ട് കയറിയൊരു ഇതാണ്. ഉള്ളിൽ കയറിയപ്പോൾ സംഭവിക്കുന്നുണ്ടോ? അതാണ് ഈ സൈഡൊക്കെ ഇവിടെ നോക്ക്. ഇവിടെ ഇഷ്ടമുണ്ടല്ലോ ഫിഷ്. ഫിഷുണ്ട്. ഫിഷ് ഇതപ്പുറത്തൊക്കെ നമുക്ക് ഒരുമാതിരി ലൈറ്റ് അടിക്കുന്നില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നല്ലത് സംഭവം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഇതില്ലേ കാണുന്നില്ല. ഭയങ്കര ഓട്ടം എന്താ ഫിഷിന് ഇഷ്ടമായി. ഉമ്മിൻ്റെ കുട്ടിക്ക് ഫിഷിന് ഇഷ്ടമായി അല്ലേ? അതാ ഇവിടെ കണ്ട് ഫിഷ് പോയി വെക്കണം. ഇവിടെ കണ്ട അങ്ങോട്ട് വാ. അതൊന്നും എടുക്കണ്ട. അതൊക്കെ ഫിഷിൻ്റെ ഓരോ ഉപകരണങ്ങളാണ് ഇതിലൊക്കെ ഫിഷിൻ്റെ. പക്ഷെ ഫുള്ളൊരു ബ്ലൂയി സംഭവമാണ്. സ്റ്റാർ കുഞ്ഞിന്റെ സ്റ്റാർ. ലുക്ക് ദിസ്
This one and this one. Starfish. 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 Look here. Starfish. Starfish. ഉണ്ട് ഇതാ ഇവിടെ ഒക്കെ ഉണ്ട്. ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു ചങ്ങായി വരുന്നു. ഇത് പ്രാവശ്യം ഇവനാണ് മലയാളി ചെക്കനാണ്. അപ്പോൾ ഇവനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അതിൻ്റെ ഉള്ളിൽ ഒരു തവളൊക്കെ ഉണ്ട്. കഴിച്ച ഒരു ബോക്സിൽ നമ്മുടെ നാട്ടിലത്തെ തവളയൊക്കെ വംശനാശം വന്ന് തപ്പയില്ലേ. പിന്നെ ഉണ്ടോ അറിയില്ല കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരണം. രോമാഞ്ചം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ലൈറ്റ് ഷെയ്ഡിൻ്റെയാണ് പിന്നെ ഒരു അങ്ങനെ. പിന്നെ ബേർഡ്സ് ഉണ്ട് അവിടെ. അത് ഞാൻ കാണിച്ചത് കണ്ടങ്ങനെ വെച്ച് കണ്ടങ്ങനെ. ഉണ്ട് ഇതിൻ്റെ കളറ് നിങ്ങൾ എത്രത്തോളം കണ്ടല്ലേ. കണ്ടത് ഒരു ബ്ലൂ വൈറ്റ് ബ്ലാക്ക്. ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് മാത്രമല്ല വൈറ്റ് ഉണ്ട്, ബ്ലൂ. നടന്ന് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് വരുന്നത് പിന്നെ പെറ്റ്സിന് ഫുഡാണ് പറഞ്ഞത്. ഡോഗ്, ക്യാറ്റ് അങ്ങനെയൊക്കെ ഫുഡ് ഇവിടെ ഉണ്ട്. നോക്കി ഇവിടെ ഭയങ്കര ഇഷ്ടമായി. ഇങ്ങോട്ട് നോക്ക് ബേബി. എല്ലാത്തിനെയും പിടിച്ചിങ്ങനെ നിനക്ക് ഞെമിണ്ടാൻ തോന്നുന്നുണ്ടല്ലേ. പിന്നെ ഓരോ കളറിൽ ഇതൊക്കെ ഓരോ ഇതായിരിക്കും. ഓരോരോ എല്ലാം സെയിം അല്ല. ഡിഫറെൻറ്റ് കളി ബോക്സാണ് എല്ലാം. എന്താ പറയുക, വേറെ ടൈപ്പ് ഫിഷാണ് ഫുള്ളുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ ഡോർ അവർ ക്ലോസ് ചെയ്തിട്ടതായിരുന്നു കേട്ടോ. അവിടെ ആ പാമ്പിൻ്റെ ഒക്കെ ഏരിയ ക്ലോസ് ചെയ്തിട്ടായിരുന്നു. എക്സ്ക്യൂസ് മീ ബേബി, വാ ബേബിക്ക് ബേർഡ്സിനെ കാണിച്ചേക്കാം. ഇതിനുള്ളിൽ നോക്കിയ ബേർഡ്സ് കണ്ടാ. ഇതിനുള്ളിൽ ഫുൾ ബേർഡ്സാണ്. ഏത് തുറക്കുണ്ടോ? ഫുൾ ഇതിൻ്റെ ഒരു പൊടി ഉണ്ടാവും ഇങ്ങനെ. നമുക്ക് മാമനോട് ചോദിച്ചൊക്കെ തുറന്നു തരാൻ പറ്റും. എടാ ഇത് ഡോർ തുറക്കാൻ പറ്റുമോ? അതൊന്നും ആവശ്യം. അതിൻ്റെ ഉള്ളിൽ പോകാൻ പാടില്ല. മാമൻ ചീത്ത പറയും. ഇങ്ങനെ കാണാനേ പാടുള്ളൂ. ഓക്കെ, അങ്ങനെ നോക്കിക്കോ. കണ്ടാ, ഇത് നീ അതിൻ്റെ ഉള്ളിൽ കയറി ചെയ്ത് അറിയുന്നത് കൊണ്ടാണ് എന്നെ കേട്ടാത്തത് കേട്ടോ. ഏത് ആണ്ട് ബേർഡ് ബേർഡുണ്ട്. ഇതിലൊക്കെ ഓരോ ഫുഡൊക്കെ ആണ് കേട്ടോ. ചോക്ലേറ്റ് പോലൊക്കെ തോന്നുന്നു കൈ കണ്ടിട്ട്. കണ്ട കൈ ചോക്ലേറ്റ് ഇതൊക്കെ ഫുഡാണ്. അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇവിടെ ഫുൾ ആംബിയൻസ് സംഭവം ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഈ അക്വേറിയത്തിലും ഉണ്ട് കേട്ടോ. അത് വലുതാണ്. ഇതിലുണ്ട്, പക്ഷെ ഇത് അങ്ങ് കാണിച്ചു തന്നില്ല അല്ലേ. ഇതുണ്ട് ഇങ്ങനെ നോക്കിയോ. കണ്ടോ, കുറെ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മളെ ഇതിൽ പാട്ടില്ലേ, ഇവരെന്തൊക്കെയാ കാണിക്കുന്നേ. കിച്ചുകളാന്നൊന്നും പറഞ്ഞ കാര്യമില്ല. ഞാനും ഇല്ല. ഈ ഫിഷ് നോക്കി, ഈ ഫിഷിന് നോട്ടം ശരിയല്ല കുഞ്ഞനെ. ഉണ്ടോ ഈ ഫിഷിന് നോട്ടം നോക്കി.
ഫിഷിന്റെ കണ്ടിട്ട് നിങ്ങൾക്ക് ആര് തോന്നുന്നു? ഇതാ ഫ്രെയിമിന്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ വിളക്കിക്കൊണ്ട് ഈ ഫിഷ് അങ്ങനെ പറയുന്നില്ലേ? ഇവര് പ്രേമക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര. ഇവിടെ വൈവിധ്യായിട്ട് കുറേ ആൾക്കാർ ഇവിടെ ഒട്ടകങ്ങളല്ലല്ലോ, മീനല്ലോ. സോറി, മീനുകൾ വരി വരി വരിയായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലത്തുകയാണ്. ഇവിടുത്തെ ഒരു കുഞ്ഞൻ ചെറിയൊരാളാണ്. ഇവരാരെങ്കിലൊക്കെ കുട്ടിയായിരിക്കണമല്ലോ. ഓ ഉമ്മി എടുത്ത്, ഉമ്മി നല്ലോണം എടുത്ത്, ബേബിനെ എടുത്ത്. ഇങ്ങോട്ട് ചോദിക്കുക എടുത്തോന്ന്. അവിടേക്ക് ഒന്നും പോകണ്ട, അങ്ങോട്ട് വാ. അതൊക്കെ ഇവർ ഓരോ ഫുഡും ഓരോ ഇതാണ് അവിടെ എടുത്തിട്ടാ. നല്ല രസമുണ്ട്. ഇവിടെ ഭയങ്കര ഉമ്മക്കിട്ടലാണ്. ഞങ്ങൾക്ക് പോലും ഇത്ര ഉമ്മ കിട്ടലില്ല. അടിപൊളി. ഇത് ഈ ഫിഷിന്റെ കാര്യങ്ങളാണ്. ഹെയർ ലെവൽ, മാക്സിമം സൈസ്, എന്താ ഫുഡോ? ഫുഡ് മാമൻ കൊടുത്തിട്ടുണ്ട്. മാമൻ കൊടുത്തോന്ന് അല്ലെ? മാമനോട് ചോദിച്ചു ഫുഡ് കൊടുത്തോന്ന്. അങ്ങോട്ടേക്ക് ചെല്ല്, മാമൻ്റെ അടുത്തേക്ക് ചെല്ല്. മാമനോട് ചോദിച്ചു ഫുഡ് കൊടുത്തോ. ചോദിച്ചു മാമ വിളിച്ചോക്ക്. ഇവരോടല്ല. മാമ മുകളിലോട്ട് പോയി. അമ്മ മുകളിൽ പോയിട്ടോ. ബേബി ഫിഷിനെ കണ്ടു. ഫിഷ് സൂപ്പർ. അതേപോലെ എന്താ പറയാ, ഇങ്ങനെ മുളൊക്കെ വെച്ച് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കില്ല ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഓടി നടന്ന് ചാടി കാണാൻ. മോളെ സംബന്ധിച്ച് മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫിഷിന് ഇഷ്ടമാണ്. അങ്ങനത്തെ നമുക്ക് ഇഷ്ടമാണ്. ഡോഗിനാണെങ്കിലും കാണാൻ തൊടാനൊക്കെ പോകാൻ പേടിയാണ്. പക്ഷെ ക്യാറ്റിന് വലിയൊരു ഇതൊന്നുമില്ല. ക്യാറ്റിന് ഇഷ്ടമാണ്. അപ്പോൾ ഒരു ഹാപ്പിയാണ്. ഇങ്ങനെ മോളവിടെ തന്നെ കൊണ്ടുപോകുന്ന എന്തൊക്കെ കാണിച്ച് അവളും ചില്ലാവും. അവൾ ഫുള്ള് ഈ ഏരിയയിലാണ്, ഈ കാണുന്ന ഏരിയയിലാണ് ഫുള്ള്. വന്നു ബേബി ഇവിടെയാണ്. കളർ ഫിഷിന്റെ ഇവിടെ ചിരിക്കി യോ കൊടുക്ക്. നല്ല ഇങ്ങനെ ഫിഷൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. അതേപോലെ ഇവർ പറഞ്ഞൊരു കാര്യമാണ്, ആ ചെക്കൻ പറഞ്ഞൊരു കാര്യമാണ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഫിഷിനാണെങ്കിലും അല്ലെങ്കിൽ ടേർട്ടൈസ് അങ്ങനത്തെ എന്താണെങ്കിലും ഇവർക്കൊരു വാട്ടർ ടെമ്പറേച്ചർ ഉണ്ട്. നമ്മളെപ്പോൾ വെള്ളം മാറ്റി കൊടുക്കാൻ പാടില്ല. അതേപോലെയൊക്കെ കുരുന്ന മാറ്റി കൊടുക്കാവൂ. അങ്ങനത്തെയൊക്കെ ഇവരെ എപ്പോഴും കൊണ്ടോ ഈ അക്വേറിയത്തിലാണെങ്കിൽ ഫുൾ ഫിൽറ്റർ ചെയ്തുകൊണ്ട് നിൽക്കുക എപ്പോഴും ഇങ്ങനെ. അപ്പോൾ ഇവരങ്ങനെ ചത്തുപോകില്ല. നമ്മളിവിടെ ആഗ്രഹിച്ച ഒരു 3-4 ടൈം ആയം കൊണ്ടോ നമ്മൾ റൂമിലെത്തി 2 ദിവസം 3-4 ദിവസം മാക്സിമം പറയാം. അങ്ങനെയാണല്ലോ എൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ അതൊക്കെ നമ്മളെ ശ്രദ്ധിച്ച് കുട്ടികളൊക്കെ കൂട്ടുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ഉറപ്പായിട്ട് എങ്ങനെ ഓ ഫിഷ് ഉണ്ടമ്മ, ഫുൾ ഫിഷ് ഇല്ലേ? ഫുൾ ഫിഷ് ഇല്ലേ? ഫുള്ള് ഫിഷ് ഉണ്ട് കേട്ടോ. അയ്യേ നമ്മ സബ്സ്ക്രൈബേഴ്സൊക്കെ കണ്ട് ബേബി ചെയ്തത്. ഫിഷ് കൊത്തൂലേ? കൈക്ക് കൊത്തൂലേ? ഫിഷ് നോക്ക് ഫിഷിന് ഇഷ്ടമല്ല കേട്ടോ. ഫിഷിന്റെ വെള്ളത്തിൽ കൈയിടുന്നൊന്നും
നമുക്കൊരു പോയിട്ട് കൈ വാഷ് ചെയ്യണ്ടേ? പക്ഷെ തൊട്ടില്ല, ചേച്ചി ആയില്ല. ബേബി ഫിഷിനെ കണ്ടു കഴിഞ്ഞില്ല, നമുക്കൊന്നാ പോയാലോ? പോവാ? പോണ്ട? ഇതിപ്പോ അതിൽ നല്ല കോള തന്നെ. പിന്നെ ഇവിടെ മോള് ഇങ്ങോട്ട് വാ, ഇവിടെ വാ, ഇതിലെ വാ. കൈ പിടിച്ചോ മാമന്റെ. ഇതിന്റെ മോളില് ആമയുള്ള ഫുഡ്. ഞാൻ ഇവിടെ ക്യാറ്റും ഉണ്ടാവും. ശരി. അല്ല അപ്പൊ അങ്ങനെ ആണെങ്കിൽ ക്യാറ്റിനൊക്കെ കൊണ്ടുവന്നാൽ നിങ്ങൾ ഫുൾ കുളിപ്പിച്ച് കുട്ടപ്പന്മാരെ കൈ കൊടുക്കും. ഇത് Syrian long hair. Baby തൊട്ട്, baby തൊട്ട്. എന്റെ കൊടുത്തോടി. ഇവിടെ അങ്ങോട്ടൊക്കെ ഫുഡില്ലേ ഇതൊക്കെ ഇതൊക്കെ ഇവരെ ഇതൊക്കെ അല്ലേ ഷാംപൂസും കാര്യങ്ങളൊക്കെ അല്ലേ ഇത്. ഇതൊക്കെ ക്യാറ്റിനൊക്കെ കൊടുക്കുന്ന ഓരോ സാധനങ്ങളാണ്. മാമ എടുക്കുന്നതാണ് സംഭവങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്. ഓരോ സിപ്പൊക്കെ ഉണ്ടപ്പോല്ലേ. നമുക്ക് പോവാ. ഇതിന് പോകണ്ട പോലും ഇവിടെ നിൽക്കാനാണ് പറയുന്നത്. ഞങ്ങൾ അങ്ങനെ പെറ്റ് കോർണറിന് ഫിഷിനെയും പിന്നെ എന്തിനൊക്കെ കണ്ടു നമ്മള്? റാബ്സിനെ കണ്ടു, ടെർട്ടിലിനെ കണ്ടു, സ്നേക്സിനെ കണ്ടു അല്ലേ? അവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. ബേർഡ്സിനെ കണ്ടു. ഒക്കെ എല്ലാവരെയും ഞങ്ങൾ കണ്ട് ഞങ്ങളിനി ഇറങ്ങി ഞങ്ങളിനി വീട്ടിൽ പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞങ്ങൾ നിർത്താൻ പറയും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോസൊക്കെ കാണുക. അപ്പോൾ ഏതായാലും നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ചിലൻ ടാറ്റാ, ബൈ ബൈ. ബൈ ബൈ കൊടുക്ക്. ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യണേ പറയും, ലൈക്ക് ചെയ്യണേ പറയും. ഓക്കെ ബൈ.